തടിച്ച നിതംബമുള്ളവർ സന്തോഷിക്കുക. നിങ്ങളാണ് ലക്കി. തടിച്ച നിതംബം കാരണം ആഹ്ലാദിക്കുന്നവരും വിഷാദിക്കുന്നവരുമായ സ്ത്രീകൾ കാണും. ഇതിൽ കൂടുതൽ ആളുകളും തങ്ങളുടെ നിതംബം തടിച്ചിട്ടാണെന്ന കാരണത്താൽ വിഷമിക്കുന്നവരാണ്. എന്നാൽ ഇനി മുതൽ തടിച്ച നിതംബത്തെ ആരും ഒരു ഭാരമായി കാണേണ്ട എന്നാണ് ഗവേഷകർ പറയുന്നത്. കുടവയറുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭാരിച്ച നിതംബമുള്ളവർ കൂടുതൽ ആരോഗ്യമുള്ളവരായിരിക്കുമത്രേ. നിതംബത്തിന്റെ കനം കൂടുന്തോറും ആരോഗ്യപരമായി നിങ്ങൾ മുന്നിലെത്തുമെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. തടിച്ച നിതംബവും തുടകളുമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കുറവും നല്ല കൊളസ്ട്രോളിന്റെ നില ആവശ്യമുള്ള അനുപാതത്തിലുമായിരിക്കുമെന്നാണ് പഠനത്തിൽ പറയുന്നത്. ഇത് രക്തക്കുഴലുകൾ കട്ടിയാവുന്നതിൽ നിന്ന് സംരക്ഷണം നൽകും. ഇതിനു പുറമെ പ്രമേഹമെന്ന ഭീഷണിയും ഇത്തരത്തിലുള്ള ശരീരപ്രകൃതിയുള്ളവർക്ക് ഒഴിവാക്കാൻ സാധിക്കും. അരക്കെട്ടിലും വയറിലും അടിയുന്ന കൊഴുപ്പുകളുടെയും അരക്കെട്ടിന് താഴെ അടിയുന്ന കൊഴുപ്പുകളുടെയും പ്രവർത്തനം വ്യത്യസ്തമാണെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. അതായത് നല്ല കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പോലെ നല്ല കൊഴുപ്പും ചീത്ത കൊഴുപ്പും ഉണ്ടെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിൽ വയറിലും അരക്കെട്ടിലും നിതംബത്തിലും അടിയുന്ന കൊഴുപ്പിന്റെ നിരക്ക് കണക്കിലെടുത്ത് ഹൃദ്രോഗ പ്രവചനവും ചികിത്സയും നടത്താനാവുമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. അതേപോലെ ശരീരത്തിൽ കൊഴുപ്പടിയുന്ന രീതിയെ നിയന്ത്രിക്കുന്ന മരുന്നുകളും ഭാവിയിൽ ആരോഗ്യരംഗത്തെ അടക്കി ഭരിച്ചേക്കാം. എന്തായാലും നിങ്ങൾക്ക് അമിതവണ്ണമുണ്ടെങ്കിലോ കുടവയറുണ്ടെങ്കിലോ അല്ലെങ്കിൽ അരക്കെട്ടിന്റെ വണ്ണം വർദ്ധിക്കുന്നെങ്കിലോ ഉടൻ തന്നെ സ്ഥിരവ്യായാമവും ആയാസമുള്ള ജോലികളും ശീലമാക്കണമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.